കഥ പറയട്ടെ കേട്ടോ. കഥ പറയാൻ പോവാണ് എല്ലാ മക്കളോടും കേട്ടോ. എൻ്റെ കഥ കാണുന്ന എല്ലാ കുട്ടികളോടും കഥ പറയട്ടെ. ടംപടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ട ടംപടം ബണ്ടടണ്ടടം ബണ്ടം ബടം ബണ്ട. കുൽസുതാത്തൻ്റെ വീട്ടിൽ ഇന്ന് ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ആളുകൾ വരുന്നതും പോണതും എല്ലാം കാണുന്നുണ്ട്. കുഞ്ഞോളുടെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ വല്യമ്മ എനിക്കൊരു കഷ്ണം കേക്ക് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് വല്യമ്മ കുറേ സമയമായി ഇരിക്കുന്നു. പക്ഷെ ബഹളങ്ങൾ കേൾക്കല്ലാതെ വല്യമ്മക്കൊരു കഷ്ണം കേക്ക് കിട്ടാൻ യാതൊരു മാർഗവും കാണുന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞോള് പറഞ്ഞു കേക്ക് മുറിച്ചപ്പോൾ വല്യമ്മക്ക് കൊടുക്കണ്ടേ, വല്യമ്മച്ചയ്ക്ക് കൊടുക്കണ്ടേ എന്ന് കുഞ്ഞോള് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം വയസ്സിന് മുതിർന്നവർ പറയണ്ടേ അതിന് കൊടുക്കണ്ട, അതിന് വയറിന് പറ്റൂല, അതിന് പ്രായമായതല്ലേ എന്ന് പറയുന്നു. അപ്പോൾ വല്യമ്മക്ക് ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം വന്ന് വല്യമ്മ അങ്ങോട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഉറക്കം ഉണരുമ്പോൾ വല്യമ്മ ഒരു വലിയ സന്തോഷ വാർത്തയും കേട്ടിട്ടാണ് ഉണരുന്നത് കേട്ടോ. കുൽസുതാത്ത ആർക്കോ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ്, നീ ഒന്ന് വല്യമ്മൻ്റെ അടുത്ത് വന്നിരിക്കണം കേട്ടോ. ഇന്നലത്തെ ബർത്ത്ഡേക്ക് നിങ്ങൾ വരാത്തത് കാരണം നിങ്ങളുടെ കേക്കും മുട്ടായും എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഞാൻ വന്നിട്ട് എടുത്തു തരാം. വല്യമ്മക്ക് വളരെ സന്തോഷമായി. കുൽസു ഗേറ്റ് കടന്നു പോകുന്നു നോക്കി വല്യമ്മ മന്ദം മന്ദം മെല്ലെ മെല്ലെ എണീച്ചു വന്നു ഫ്രിഡ്ജ് തുറന്നപ്പോൾ വല്യമ്മ ഹായ് ഞെട്ടിപ്പോയി. വല്യമ്മയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു 4 പീസ് കേക്കും കുറച്ച് മുട്ടായും. വല്യമ്മ പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം എടുത്ത് പുറത്ത് വെച്ച് ആദ്യം ഒരു പീസിന് പണി കൊടുത്തു, രണ്ടാമതൊരു പീസിന് പണി കൊടുത്തു, 3 പീസും കഴിഞ്ഞ് 4ാമത്തെ പീസ് വായയിലേക്ക് അതിൻ്റെ ഇടയിൽ പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി ഓരോരോ മിഠായും വല്യമ്മ വെച്ച് കൊടുത്തു. വല്ലാതെ തിരക്കിൽ വല്യമ്മ അങ്ങനെ മിണുങ്ങിയിടുകയാണ്. പെട്ടെന്ന് വല്യമ്മ ഞെട്ടിപ്പോയി. ഫോണ് വെല്ലടിഞ്ഞു. ആടമ്മേ ആടമ്മേ ആടാടാടാട്, ആടമ്മേ ആടമ്മേ ആടിത്തീമിർക്കമ്മേ. വല്യമ്മക്ക് ദേഷ്യം വന്നു. വല്യമ്മ പറഞ്ഞ എന്തൊരു കള്ളപ്പണി എടുക്കുകയാണെങ്കിലും ആ സമയം നോക്കി ഈ ഫോൺ അടിയും. മനുഷ്യൻ ഒരു കള്ളത്തരം ചെയ്യാൻ ഈ ഫോൺ സമ്മതിക്കില്ലാലോ എൻ്റെ റബ്ബേ എന്ന് വല്യമ്മ ദേഷ്യത്തോടു കൂടി പറഞ്ഞു. 4ാമത്തെ കേക്കും വായിലിട്ടുകൊണ്ട് വല്യമ്മ ഫോണെടുത്ത് മറുപുറത്തുനിന്ന് ആൾ ഹലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ട്. വല്യമ്മക്ക് ഉത്തരം പറയാൻ പറ്റില്ല, കാരണം അണ്ണാക്കിൽ കേക്കാണല്ലോ. അയാൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, ഹലോ കേൾക്കുന്നുണ്ടോ. അപ്പോൾ വല്യമ്മ പറഞ്ഞു, കേക്കൊന്നും ഇവിടെ ആരും തിന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പിന്നെയും ചോദിച്ചു, കേൾക്കുന്നുണ്ടോ, ഇത് ബാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ബാങ്കിൻ്റെ സമയമൊന്നും ആയിട്ടില്ല, ബാങ്കിനല്ലേ ഞാൻ എണീക്കാറ് എന്ന് വല്യമ്മ പിന്നെയും പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, വലിയ കഷ്ടമായി പോയല്ലോ, വലിയ കഷ്ണവും തരാനില്ല ചെറിയ കഷ്ണവും തരാനില്ല, മുഴുവനും ഇപ്പോൾ തൽക്കാലത്തൊക്കെ ഞാൻ തീർത്തിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ കുൽസു വൈകുന്നേരമുള്ള ചങ്ങാഴ്ചയൊക്കെ വേറെ കേക്ക് മുറിക്കും, അപ്പോൾ വേണമെങ്കിൽ ഈ കഷ്ണം ചോദിച്ച് വാങ്ങിക്കട്ടോ, എൻ്റെ കേക്ക് തിന്നുന്ന സുഖം പോക്കിയ ഹിമാറേ എന്ന് പറഞ്ഞ് വല്യമ്മ ഫോൺ വെച്ചു. അപ്പോഴാണ് കുൽസു ഗേറ്റ് തുറന്നു വരുന്ന ഒച്ച വല്യമ്മ കേട്ടത്. അപ്പോൾ വല്യമ്മ ഓടിപ്പോയി ഉറക്കം നടിച്ച് പുതപ്പ് മൂടിക്കിടന്നു. നിൽക്കുമ്പോൾ വല്യമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി ഒരു പീസ് കേക്ക് എനിക്ക് തന്നിരുന്നെങ്കിൽ ഈ 3 പീസും എനിക്ക് ബോണസായിട്ട് തിന്നേണ്ടി വരില്ലായിരുന്നല്ലോ എൻ്റെ മോള് കുൽസുവോ എന്ന് പറഞ്ഞ് വല്യമ്മ കുൽസുവിന് കൊടുത്ത 8ൻ്റെ പണി ഓർത്ത് സന്തോഷത്തോടു കൂടി വല്യമ്മ ഉറങ്ങാൻ കിടന്നു. അടുത്ത കഥയുമായി വരുന്നതുവരെ ടം പടം ബണ്ടം ബടം ബണ്ടം.